കൗതുകകരമായിട്ടുള്ളൊരു വസ്തു എന്ന് വെച്ചാൽ ഒരു കൃഷിക്കാരൻ്റെ മകനായിരുന്നു. അതുകൊണ്ട് തന്നെ കൃഷിയോട് എന്തായാലും നമുക്കൊരു താല്പര്യം ഉണ്ടാവും. പക്ഷെ എങ്ങനെയാണ് ഒരു പെയിന്റ് എന്നുള്ള ഒരു ആശയത്തിലേക്ക് എത്തിയത്? ഞങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരാണ്. ഞങ്ങൾ രണ്ടുപേരും നേരത്തെ പറഞ്ഞ പോലെ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തിരുന്ന ആൾക്കാരാണ്. ആളുടെ പേര് മിഥുൻ എന്നാണ്. ആളെ ആ കമ്പനിയുടെ CEO ആയിരുന്നു. ഞാൻ ആ കമ്പനിയിൽ GM ആയിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ഈ ഓർഗാനിക് മേഖലയിൽ വർക്ക് ചെയ്യായിരുന്നു. ഞങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെയിന്റ് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ട് വന്ന ആൾക്കാരല്ല. പക്ഷേങ്കിൽ അതിലേക്ക് എത്തിപ്പെട്ടതാണ്. സത്യത്തിൽ നമ്മൾ MG യൂണിവേഴ്സിറ്റിയിലെ ഓർഗാനിക് ഫാമിംഗ് കോഴ്സൊക്കെ പഠിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് ശരിക്കും എന്താണ് കൃഷിയെന്നും എങ്ങനെയുള്ള ഭക്ഷണമാണ് കഴിക്കേണ്ടതെന്നുള്ള കൃത്യമായ ബോധ്യം ഉണ്ടാക്കാൻ ദയാൽ സാറിൻ്റെ ക്ലാസ്സിന് കഴിഞ്ഞു എന്ന് തന്നെ പറയാൻ പറ്റും. അങ്ങനെ വന്നപ്പോൾ നമ്മുടെ നാട്ടിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ വികസനം നടക്കുന്നുണ്ട്, ശരിയല്ലേ? അതെ. പക്ഷെ പുരോഗതി നടക്കുന്നുണ്ടോ? സിമ്പിൾ ഉദാഹരണം പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ PHCകളുണ്ട്, എല്ലാ നാട്ടിലും ഉണ്ട്. താലൂക്ക് ആശുപത്രികളുണ്ട്, ജില്ലാ ആശുപത്രികളുണ്ട്, മെഡിക്കൽ കോളേജുകളുണ്ട്, സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളുണ്ട്. ഇതൊക്കെ ഉള്ളപ്പോഴും നമ്മുടെ മനുഷ്യന്മാരുടെ ആരോഗ്യം കൂടിയോ കുറഞ്ഞോ? അർത്ഥശങ്കയ്ക്കിടയില്ലാതെ നമുക്ക് പറയാൻ പറ്റും ആരോഗ്യം കുറഞ്ഞു വരികയാണെന്ന്. സംശയമൊന്നുമില്ലല്ലോ. ഇവിടെ വികസനം നടക്കുന്നുണ്ടെന്ന് പറയുമ്പോഴും പുരോഗതി ഇല്ല. അപ്പോൾ എവിടെയോ നമുക്കൊരു പ്രശ്നം സംഭവിച്ചിട്ടുണ്ട്. തർക്കമില്ലാത്തൊരു കാര്യമാണ്. ആ പ്രശ്നം എന്ന് പറയുന്നത് മനുഷ്യൻ കഴിക്കുന്ന ഫുഡിലാണ്, ഒരു സംശയവും വേണ്ട. അപ്പോൾ ഈ ഫുഡ് എങ്ങനെയാണ്, ഏത് തരം ഫുഡാണ് നമ്മൾ കഴിക്കേണ്ടത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി തന്നത് ദയാൽ സാർ തന്നെയാണ്. ഞങ്ങളുടെ ഗുരു എന്ന് പറയുന്നത് ദയാൽ സാറാണ്.